അല്ല, ഇത് ഇന്നിപ്പോ ഉണ്ടായ സമയത്ത് ഇവിടെ വീട്ടിലാരുണ്ടായിരുന്നു? ഇന്നിപ്പോ ഞാനും എൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 11:30 ആയിട്ടുണ്ടാവും വന്നപ്പോ. വന്നു കഴിഞ്ഞ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ എങ്ങനെയാന്ന് വെച്ചപ്പോ കുഴപ്പമൊന്നുമില്ല, നീ വേഗം ഊണൊക്കെ കഴിച്ച് ഉമ്മർത്തിരുന്നു, അവർ 1:30 ആകുമ്പോഴേക്കും എത്തുള്ളൂ, അതിന് മുമ്പ് വക്കീല് വിളിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നാ നീ ഊണ് കഴിച്ചോളാൻ പറഞ്ഞു. ഊണ് കഴിച്ചോളാൻ പറഞ്ഞ ആളകത്തേക്ക് പോയി ഷർട്ട് ഊരിയിടാൻ പോയതാ. അപ്പൊ ഷർട്ട് ഊരിയിടാൻ പോയ ആള് പിന്നെ ഇതാണ് കണ്ടേ. അപ്പൊ ഞാൻ അതിന് ഊണ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോ വാതില് തുറന്നെടുക്കുമ്പോഴാണ് അത് കണ്ടത്. എന്നിട്ട് മാഡം ഇവിടെ അടുത്തുള്ള ആളുകളെ വിളിച്ചു? അപ്പൊ ഞാനും ചേച്ചിയും കൂടി പെട്ടെന്ന് അത് അറുത്തു, ആ കട്ടിന്മേ കിടത്തി, എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ വിളിക്കേ. ഭീഷണി നമ്മളെ ഇറക്കും എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഇതേമാതിരി കോടതിയിൽ അവര് ഇത് മറ്റവർക്ക് കൊടുത്തതാന്ന് പറഞ്ഞപ്പോ മാനേജർക്ക്, അവരുടെ BRD മാനേജർക്ക് വേണ്ടി വാങ്ങിച്ച വീട് അതെന്ന് പറഞ്ഞപ്പോ അന്ന് കോടതി പറഞ്ഞിരുന്നു, ഈ ഒരു മാനേജർക്ക് വേണ്ടി 4000 സ്ക്വയർ ഫീറ്റുള്ള വീട് എന്തായാലും എടുത്തു കൊടുക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അനുകൂല വിധിയൊക്കെ വന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് കേസുകൾ ഇങ്ങനെ അവർ വെച്ചോണ്ടിരിക്കും. സ്റ്റേ കിട്ടണ വ്യാഴാഴ്ച വെള്ളിയാഴ്ച കിട്ടും, നമ്മൾ ഇവിടുന്ന് ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് അവിടെ പോയിട്ട് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എന്താ ഉണ്ടായിരുന്നു? താഴെ അവര് തല്ലി തോർന്നു. അതിന്റെ വീഡിയോ ഉണ്ട്, ഏട്ടന്റെ ഇതിന്റെ ഫോണിലുണ്ട്, അവര് തുറന്നത്, തല്ലി തുറന്നതൊക്കെ. അപ്പൊ അതിനിടയ്ക്ക് ജഡ്ജി പറഞ്ഞു അത് ആമീന്റെ പേരിൽ ഒരു കേസ് ചാലക്കുടി കൊടുക്കാൻ. പക്ഷെ ഏട്ടാ അത് കൊടുത്തില്ല. അതിനിടയ്ക്ക് ഈ മൊഴി തന്നെയാണോ ഇവിടെ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത്? മാഡം കൊടുത്തിട്ടുണ്ട്? മാഡാണ് കൊടുത്തിട്ടുള്ളത്? പ്രൈവറ്റ് ബാങ്കുകാരുടെ ഭീഷണി കൊണ്ടാണ് അതെ അതെ BRDയുടെ പ്രഷർ ഇതാണ്. അവര് വന്ന് കയ്യേറി നമ്മൾ ഒഴിവാക്കും, പെട്ടെന്ന് ഒന്നുമില്ലാണ്ട് ഇറങ്ങി പോകേണ്ടി വരും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. 2 കോടി 80,000 അത് എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. കേസുകൾ കുറെ ഉണ്ടാകും ഇതൊക്കെ. എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത പങ്കുവെക്കുകയാണ്. ജപ്തി ഭീഷണി മൂലം ചാലക്കുടിയിൽ ഒരു ഗൃഹനാഥൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു, ജീവൻ ഒടുക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ചാലക്കുടി നഗരസഭയിലെ 19-ാം വാർഡ് വെട്ടുകടവിൽ MKM റോഡിലുള്ള ചിറക്കൽ വീട്ടിൽ സോമസുന്ദര പണിക്കർ 64 വയസ്സ് എന്ന ഗൃഹനാഥനാണ് ഇന്ന് തൂങ്ങി മരിച്ച നിലയിൽ ഏകദേശം ഒരു 12 മണിയോടുകൂടി കാണപ്പെട്ടത്. ഈ സംഭവം നടക്കുമ്പോൾ സോമസുന്ദര പണിക്കരുടെ ഭാര്യ ലതികയുടെ ചേച്ചിയുടെ ഭർത്താവുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അദ്ദേഹം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഷട്ടിടാൻ വേണ്ടി പോകുന്ന സമയത്താണ് അദ്ദേഹം ഈ കൃത്യം ചെയ്തത്. അതിനെ തുടർന്ന് ഭാര്യയും അവരുടെ ചേച്ചിയും ഭർത്താവും ചേർന്ന് ഈ സോമസുന്ദര പണിക്കരുടെ തലയുടെ മുകളിലുള്ള കയർ അറുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. തൊട്ടടുത്തുള്ള പരിസരവാസികളും വാർഡ് മെമ്പർ ജിയോ കിഴക്കുന്നൽ അടക്കമുള്ളവർ വന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ, ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലാണ് അദ്ദേഹത്തെ എത്തിച്ചത്. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു എന്ന സംഭവമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അത്യന്തം ദുഃഖകരമായ സംഭവം. സാധാരണക്കാരായ ആളുകൾ ഇപ്പോൾ ഈ ജപ്തി ഭീഷണി മൂലം മരണപ്പെടുന്ന, സ്വയം ആത്മഹത്യക്ക് ഹേതുവാകുന്ന, സ്വയം ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ചാലക്കുടിയിലും ഉണ്ടായിരിക്കുന്നു. ഈ മരിച്ച സോമസുന്ദര പണിക്കരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ കോടശ്ശേരി പഞ്ചായത്തിലെ കോർമല സ്വദേശിയാണ്. അവിടെ വേണു പണിക്കർ എന്നാണ് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു കുടുംബത്തിലെ ഒരാളായിരുന്നു ഈ സോമസുന്ദര പണിക്കർ. ഏകദേശം കുറെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് പാർട്ടീഷനായിട്ട് കിട്ടിയ ഭൂമികളെല്ലാം കൊടുത്ത് പണവുമായിട്ടാണ് അദ്ദേഹം ചാലക്കുടിയിലേക്ക് വരുന്നത്. ചാലക്കുടിയിൽ ഇവിടെ ഈ വെട്ടുകടവ് ഭാഗത്തുള്ള ഈ വീട് വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹം നിരവധിയായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ചു. നാട്ടിലെല്ലാവർക്കും അദ്ദേഹം പണം കൊടുത്ത് സഹായിക്കുമായിരുന്നു. ആര് വന്നാലും അദ്ദേഹം സഹായിക്കുന്ന ഒരു മനസ്സുള്ള ഒരു ഉടമയായിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് കേടായി വന്ന മോട്ടറുകളൊക്കെ അദ്ദേഹം വീട്ടിൽ വന്ന് ശരിയാക്കി കൊടുക്കുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, പലരെയും സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ മരിച്ച സോമസുന്ദരൻ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവർക്കും പരിസരവാസികൾക്കും എല്ലാം തന്നെ ഈ സോമസുന്ദര പണിക്കരുടെ ഈ അകാലത്തിലുള്ള ഈ വിയോഗം, അതും ഇതുപോലൊരു മരണത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നതിൽ വല്ലാത്തൊരു വിഷമവും നടുക്കവും ഇപ്പോൾ പങ്കുവെക്കുകയാണ്. പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും ഇപ്പോൾ സ്ഥലത്തെ വീട്ടിലെത്തി പരിശോധനകൾ മറ്റും നടത്തിയിട്ടുണ്ട്. ഇവരുടെ ഭാര്യ ലതിക പോലീസിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. മുരിങ്ങൂരിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ആ കേസുകളെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇപ്പോൾ താമസിക്കുന്ന വെട്ടുകടവിലുള്ള വസതിയും അതുപോലെ തന്നെ വീടും ഉൾപ്പെടുന്ന പ്രദേശം ജപ്തി നടപടികൾ, അതിന്റെ നടപടിക്രമങ്ങൾ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്ന ഈ മുരിങ്ങൂരിലുള്ള ഒരു സ്വകാര്യ ഫിനാൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട്, സ്വകാര്യ സെക്യൂരിറ്റി ഫിനാൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പണം എടുത്തിരുന്നു. ആ പണമായി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ സെറ്റിൽമെന്റിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ ഈ കമ്പനി തയ്യാറായില്ല. അതിനെ തുടർന്ന് ഇത് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. ചാലക്കുടി കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടായി. പക്ഷേ മേൽക്കോടതികൾ സോമസുന്ദര പണിക്കർക്ക് എതിരായിട്ടായിരുന്നു വിധിച്ചത്. അതിനെ തുടർന്ന് ജപ്തി നടപടിക്രമങ്ങൾക്ക് വേണ്ടി പോവുകയായിരുന്നു. ഇന്നായിരുന്നു
ഇന്നായിരുന്നു ജപ്തി നടപടികൾക്ക് വേണ്ടി സംവിധാനങ്ങൾ വരുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യനെ അറിയാൻ സാധിച്ചു. 3-4 ദിവസമായിട്ട് സോമസുന്ദര പണിക്കർ അതീവ ടെൻഷനിലായിരുന്നു. അദ്ദേഹത്തിന് ഈ ജപ്തി നടപടികൾ വരുമെന്നുള്ള ഒരു ടെൻഷൻ 3-4 ദിവസങ്ങളിലായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നതായിട്ടാണ് ഭാര്യനെന്നും അറിയാൻ സാധിച്ചത്. ഇന്ന് സ്റ്റേ കിട്ടും, ഹൈക്കോടതിയിൽ നിന്ന് മറ്റു സ്റ്റേ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ജപ്തി നടപടികൾ നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. വാർഡ് മെമ്പർ ജിയോ കിഴക്കുന്നതിൽ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അദ്ദേഹത്തെ വീട്ടിൽ നിന്നും ഇറക്കി വിടാനൊന്നും ആരും സമ്മതിക്കില്ല എന്നുള്ള ഒരു സാന്ത്വനിപ്പിക്കൽ നടന്നിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഈ സോമസുന്ദര പണിക്കരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരുടെയും മുന്നിൽ തലകുനിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് സംഭവത്തിൽ അദ്ദേഹത്തിന് വളരെയധികം ടെൻഷൻ, അമിതമായിട്ടുള്ള സമ്മർദ്ദം അത് അദ്ദേഹത്തെ കീഴടക്കി. അങ്ങനെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന് പറയപ്പെടുന്നു. പോലീസ് മൊഴി എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് മറ്റു കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷമായിരിക്കും സംസ്കാര കർമ്മങ്ങൾ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായിരുന്നാലും ജപ്തി നടപടികളുടെ ഭീഷണിയിൽ ജീവനൊടുക്കുന്ന ഒരു ഗൃഹനാഥൻ കൂടി ചാലക്കുടിയിൽ ജീവനൊടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. BRD-ക്കാര് കുറെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊരു കേസിലാണ് നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച അവര് ആമീനൊക്കെ കൂടി BRD-ക്കാർ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് വന്നപ്പോ ഞങ്ങളോട് ഗേറ്റ് പൂട്ടിയിട്ട് വക്കീൽ പറഞ്ഞിരുന്നു പുറത്ത് പോകൂന്ന്. അപ്പൊ അന്ന് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും സ്റ്റേ കിട്ടുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് അന്ന് ഇന്ന് അവരെന്തായാലും വരും, സ്റ്റേ എടുക്കാൻ പറ്റില്ല എന്ന് ജഡ്ജി പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അത് കാരണം ഇത് നല്ല ടെൻഷനായിരുന്നു. ഇപ്പൊ 4 ദിവസമായിട്ട് ഇങ്ങനെ പോവായിരുന്നു കോടതിയിലേക്കൊക്കെ. ഇന്ന് കാലത്തും എന്തോ കൗണ്ടർ പെറ്റീഷൻ ഇത് ഫയൽ ചെയ്യാനായിട്ട് പോയിണ്ടായിരുന്നു. അപ്പൊ പോയി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ടെൻഷൻ കാരണം 4 ദിവസം ഇപ്പൊ ഉറങ്ങിയിട്ട് ആളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്നോട് സമാധാനിപ്പിക്കുക, ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷെ ആളുടെ ടെൻഷനിലായിരുന്നു. ഇത് ഇവരുമായിട്ടുള്ള കേസ് തുടങ്ങണത് എന്നാ, ഏത് വർഷത്തില്? ഇതിപ്പോ വർഷം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞങ്ങൾ അവരുടെ BRD-യിൽ ഒരു 10-20 കുറി ചേർന്നുണ്ടായിരുന്നു, കുറികള്. അപ്പൊ അതില് 10 കുറി ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുറി 10 ലക്ഷത്തിന്റെ 3 ലക്ഷം വരെ വെച്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെ 10 കുറി വിളിച്ച് 30 ലക്ഷം. അപ്പൊ ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നുള്ളൂ ഓൾറെഡി. ഇവിടെ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അതിന്റെ എനർജി ഡ്രിങ്ക്സ് അങ്ങനെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അഞ്ജലി എന്റർപ്രൈസ് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരോട് ഇങ്ങനെ ബിസിനസ് ആവശ്യത്തിന് കാശ് വെച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഇത് രജിസ്റ്റർ ചെയ്തതാ. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ 2 കോടിക്ക് ഇത് സ്ഥലം എടുത്തോളാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 2 കോടിക്ക് സ്ഥലം എടുക്കാമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ബിസിനസ്സും ഡെവലപ്പ് ആവുമല്ലോ അന്ന് ഉദ്ദേശിച്ചിട്ട് അന്ന് സമ്മതിച്ച് അവരുടെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്തോളൂ. അവരുടെ വീടും അതെ, അത് അവർക്ക് രജിസ്റ്റർ ചെയ്തു. പക്ഷെ അവർ നമുക്ക് 80,000 രൂപയെ തരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വന്നാൽ ചീറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങൾ ഈ രജിസ്റ്റർ ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടുന്ന് മാറി കോട്ടാക്റ്റിൽ പോയി താമസിച്ചു. അത് കഴിഞ്ഞ് ഇത് പൈസ തരാണ്ടായി. ഞങ്ങൾ 2-3 പ്രാവശ്യം ഞാൻ ഏട്ടനും കൂടി ഇതിനു വേണ്ടി പോയായിരുന്നു. അപ്പൊ അവര് തന്നില്ല. അപ്പൊ വക്കീൽ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി താമസിച്ചു. താമസിച്ചപ്പോ ഞങ്ങൾ ഇവിടെ കയറി താമസിച്ചതിന് അവരുടെ സ്ഥലം കയ്യേറിയെന്നും പറഞ്ഞ് അവർ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോ നമ്മളിവിടെ ഈ കോർട്ടിൽ നിന്ന് നമുക്ക് അനുകൂല വിധി, നമ്മുടെ തന്നെ സ്ഥലം എന്നുള്ള ഇത് ഓർഡർ വാങ്ങിച്ചു ചാലക്കുടിയിൽ. അപ്പൊ നമുക്ക് അത് ഉറപ്പായി നമ്മുടെ സ്ഥലമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവരെന്തിനോ അതിന് അപ്പീല് പോയി ഇരിഞ്ഞാലക്കുട അപ്പീല് പോയപ്പോ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ നമ്മളോട് കാശ് കെട്ടാൻ പറഞ്ഞു. 6 ലക്ഷം രൂപ കെട്ടാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇപ്പം നമുക്ക് കെട്ടാൻ പറ്റില്ല, കേസ് അങ്ങനെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ പോയി. അതിനിടയ്ക്ക് അവര് കോർട്ടിൽ നിന്ന് അവർക്ക് അനുകൂലമുള്ള ഒരു വിധി സമ്പാദിച്ചതാണ്. അപ്പൊ അതാണ് സംഭവം ഉണ്ടായത്. അപ്പൊ അത് ടെൻഷനായി. അപ്പൊ അതിനെ സ്റ്റേക്ക് വേണ്ടി ഇവിടുത്തെ എറണാകുളത്തേക്കൊക്കെ പോയായിരുന്നു. ഇത് ജപ്തി ആവുമെന്നുള്ളത് ഏകദേശം എത്ര നാളായി നിങ്ങൾ അറിഞ്ഞിട്ട്? ഇങ്ങനെ ജില്ല ഈ കോടതിയിൽ നിന്ന് വിധി വന്നു, ഇരിഞ്ഞാലക്കുട കോടതിയിൽ നിന്ന് വിധി വന്നു, 5 വർഷം കോടതിയിൽ വിധി വന്നിട്ട് 1 മാസത്തിന്റെ അത്രേ ആവുന്നുള്ളൂ. ടെൻഷനിലാണ്. അപ്പൊ തുടങ്ങിയതാണ്. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ തൃശ്ശൂർ കോർട്ടിൽ പോയി വേറെ ഇതൊക്കെ സ്റ്റേ ചെയ്യാനും വേറെ പെറ്റീഷനുകൾ ഇതിനെതിരെ കൊടുത്തിട്ടുണ്ട്. അത് അവര് ഇരിഞ്ഞാലക്കുടയ്ക്ക് മാറ്റി. ഇപ്പൊ അതാണ് 4 ദിവസമായിട്ട് അവിടെ പോയായിരുന്നേ. അപ്പൊ അതെല്ലാം കൂടി ഒരു നല്ല ടെൻഷനായി.